അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? റാഹത്തല്ലേ? അൽഹംദുലില്ലാ, ഞമ്മക്ക് ഇവിടെ റാഹത്താണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അതൊരു അടിപൊളി ചപ്പാത്തിയും അതിലേക്ക് വൈതനം കൊണ്ട് ഒരു അടിപൊളി കറിയും വെക്കുന്നുണ്ട്. അപ്പം എന്നും പറയണ മായത്തിന് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. വീഡിയോ ഒക്കെ എന്താണെന്നറിയില്ല, വ്യൂസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ലൈക്കും ഇല്ല. നമ്മൾ വീഡിയോ ആരും മുന്നിലേക്കും എത്തണില്ല തോന്നുന്നു. അറിയുന്ന ആൾക്കാരനെ പറയുന്നുണ്ട് എന്താ ഇപ്പോൾ വീഡിയോ ഇടലില്ല. അപ്പം ലൈക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ആരും മുന്നിക്കും വീഡിയോ എത്താത്തത്. അപ്പോൾ ഒരാളും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. അടുക്കളയിൽ വന്ന പാട് ഞാൻ വൈതനം കൊണ്ട് കറി വെക്കണമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ വൈതനങ്ങൾക്ക് കട്ട് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതൊരു 15 മിനിറ്റെങ്കിലും വെള്ളത്തിൽ ഇട്ടേക്കാൻ വേണ്ടി കാരണം ആദ്യം അത് നുറുക്കി ഇതാക്കിങ്ങാണ്ട് വെള്ളത്തിൽ ഇട്ടേച്ചിട്ടുണ്ട്. നുറുക്കിക്കല്ല കേട്ടോ, ഒരു വൈതനങ്ങ നമ്മൾ 4 ചീന്താക്കിയാണ്ട് വേറെടുത്താതെയാണ് വെള്ളത്തിൽ ഇട്ടേക്കണത്. പിന്നെ ഞാൻ ചോറിന് വെള്ളം വെച്ചതിൻ്റെ ശേഷം അതാ നമ്മൾ കൊത്തമരയാണല്ലോ ഉപ്പേരി വെക്കണത്. അപ്പോൾ അതിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക. കാരണം തേങ്ങയും ചെറുള്ളിയും ഒരു പച്ചമുളകും ചെറിയ ജീരകം കൊടുത്തുകൊണ്ട് മിക്സിൻ്റെ ജാറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എളുപ്പം പണി നോക്കുകയാണ്. പിന്നെ ഞാനിതാ ചട്ടിയിൽ എണ്ണ പാർന്നു അതിക്ക് പിന്നെ എന്താ കടുകും വേപ്പിൻ്റെ ഇലയും ഉണക്കമുളക് ഇട്ടോ. ഉണക്കമുളകൊക്കെ ഇട്ട ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഉണക്കമുളക് ഇല്ലാച്ചിട്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ കൊത്തമര അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് വേകുമ്പോഴത്തേന് കുറച്ച് പരിപാടി നമുക്കിങ്ങനെ ചെയ്യാമല്ലോ. അകൊക്കെ ഒന്ന് അടിച്ചോരി വരാനും മുറ്റടിക്കാനൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. എന്നും നമ്മൾ ഒരേ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങൾക്കൊക്കെ മടുപ്പ് വരുന്നുണ്ടാവും. അതേ കാരണം നമ്മളെ വീഡിയോക്ക് വ്യൂസ് വളരെ കമ്മിയായി കാണുന്നത്. അങ്ങനെ ചോറിനുള്ള വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. അതിനൊരു കപ്പ് വെള്ളം അങ്ങോട്ട് മുക്കി വെച്ചിട്ട് അരി ഇട്ടു. അപ്പം നമ്മൾ ചപ്പാത്തിക്ക് തട പൊടി കുഴക്കാനുള്ള പുറപ്പാടാണ്. അപ്പം മൈദപ്പൊടിയും ആട്ടപ്പൊടിയും പാടെ എടുത്തിക്കണം കേട്ടോ. അപ്പോൾ അത് ആദ്യം കുഴച്ച് വെക്കട്ടെ വെച്ചിട്ടാണ്. ഇത് കുഴച്ച് തോനേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുഴക്കൽ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ചപ്പാത്തി ചൂടാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മളെ കൊത്തമര നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എളുപ്പം ഒരടുപ്പത്തല്ല നമ്മൾ പരിപാടി ചെയ്യണത്. ഒരടുപ്പത്ത് ഏതായാലും ചോറ് കടന്ന് വേവണുണ്ടല്ലോ. അതിക്കാൻ തേങ്ങയൊക്കെ ചതച്ചിട്ട് കൊടുത്തുകൊണ്ട് കുറച്ച് നേരം തിരിച്ച് കുറച്ച് വെച്ചിട്ട് ഒന്നും ഇങ്ങോട്ട് മൂടി വെച്ചിരുന്നു കേട്ടോ. ഉപ്പേരിയുടെ പരിപാടി കഴിഞ്ഞാണ് നമ്മൾ വഴുതനങ്ങക്കറി വെക്കുന്നത്. വഴുതനങ്ങക്കറി വെക്കുമ്പോൾ എന്ത് ചെയ്യുക, പാത്രത്തേക്ക് ഇതാ ലേസം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 1.5 സ്പൂണ്, മുളകും പൊടി ഇട്ട് കൊടുക്കുക, ലേസം ഗരം മസാല ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ മിക്സിൻ്റെ ജാർക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുന്നത് എന്താ വെച്ചാൽ നമുക്ക് മീൻക്ക് മസാല വേണം. അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചാണ്ട് അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം മസാല പാത്രം ഇങ്ങനെ എപ്പോഴും തുറപ്പടക്കും വേണ്ടല്ലോ വെച്ചിട്ടാണ്. അതിന് ശേഷം നമ്മൾ വഴുതനങ്ങ നല്ലോണം വെള്ളം വാർന്നെടുത്തതിന് ശേഷം മസാല തേച്ച് പിടിപ്പിക്കുക. മസാല തേച്ച് പിടിപ്പിച്ചാൽ കുറേ നേരം വെക്കാൻ പറ്റൂല. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വഴുതനങ്ങയിൽ ഈ മസാലയൊക്കെ ഇറങ്ങിപ്പോയിങ്ങാണ്ട് രസം ഉണ്ടാവില്ല. അപ്പോൾ ഇത് മസാല കൂട്ടിയ ഉടനെ തന്നെ ഒന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കട്ടെ. ലേശം എണ്ണ പാർന്നെടുത്ത് അപ്പോൾ നല്ല കൈ കൊണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ മസാല ആക്കി കൊടുക്കണം കേട്ടോ. എന്നാലാണ് അതിലിങ്ങോട്ട് ഉപ്പും പുളിയൊക്കെ കൊണ്ട് പിടിച്ച് കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചു. ലേശം വെളിച്ചെണ്ണ പാർന്നെടുത്തുങ്ങാണ്ട് വഴുതനങ്ങ അതിക്ക് ഇട്ട് കൊടുക്കട്ടെ. വഴുതനങ്ങ കണ്ടറിഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ കറിയൊക്കെ വെച്ചാൽ എന്താ വെച്ചാൽ ചപ്പാത്തിക്ക് ഭയങ്കര രസം. ഇനി പൊറാട്ടയൊക്കെയാണെങ്കിലും ദോശയൊക്കെയാണെങ്കിലും ഒക്കെ രസം ഉണ്ടാവും കേട്ടോ. നിങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വെള്ളത്തിലിടുക, കുറേ നേരം നുറുക്കി വെള്ളത്തിലിടണം കേട്ടോ. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചതിൻ്റെ ശേഷം അതാ മീൻ പൊരിക്കാൻ മസാല കൂട്ടുകയാണ്. എളുപ്പം പരിപാടി നോക്കുകയാണ്. അങ്ങനെ മീൻ മസാല കൂട്ടൽ കഴിഞ്ഞു. അതൊന്ന് എരിയും പുളിയും പൊടിച്ചോട്ടെ വെച്ചിട്ടാണ് അതും അവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഞാനിതാ അടുപ്പത്ത് വന്ന് നോക്കിയപ്പോൾ നമ്മൾ വഴുതനങ്ങയൊക്കെ നല്ല മസാല പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. അതൊരു പാത്രത്തേക്കാണ് കൊട്ടിയിട്ട് ആ ചട്ടി തന്നെ കഴുകിങ്ങാണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാകുമ്പോൾ പിന്നെ കഴുകേണ്ടൊന്നും ആവശ്യമില്ല. അത് നമുക്ക് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഇനി മസാല കരിയല്ലോ വെച്ചിട്ടാട്ടോ ഈ ചെയ്യണത്. അങ്ങനെ വെളിച്ചെണ്ണയ്ക്ക് ഞാൻ കടുകും ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ വെളുത്തുള്ളിയും ചുവന്നുള്ളി ഇട്ട് കൊടുത്തു. അതൊന്നും ഇങ്ങോട്ട് വാടുമ്പോൾ എന്ത് ചെയ്യാച്ചിട്ടാ ലേശം ചെറുള്ളി ഞാൻ മിക്സിയിൽ അടിച്ച് വെച്ചിരുന്നു. അത് ഇട്ട് കൊടുത്ത് വാടിയതിൻ്റെ ശേഷം 2 തക്കാളി മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ 2 തക്കാളിയാണ് കേട്ടോ. അതും പാടെ ഇട്ട് കൊടുത്തിട്ട് അതിക്ക് ലേശം മസാല ഒക്കെ ഇട്ട് കൊടുക്കുക. മസാല വെച്ചാൽ മല്ലിപ്പൊടി ഒന്നും വേണ്ട കേട്ടോ. വെറും മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തുകൊണ്ട് നല്ല വാട്ടുക. ആ പച്ചമണൊക്കെ പോയതിൻ്റെ ശേഷം പാകത്തിന് പുളി പാരുക. പുളി ഏറിയാൽ നമ്മളെ വഴുതനങ്ങക്കറി ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ പുളി പാർന്നതിൻ്റെ ശേഷമാണ് ഞാൻ ഒന്ന് അടച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വെട്ടി തിളച്ചോട്ടെ. തിളച്ചതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാച്ചിട്ടാ ഇത് വഴുതനങ്ങ അതിക്ക് ഇട്ട് കൊടുക്കണം. വഴുതനങ്ങ അതിക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം അങ്ങനെ തീയത്ത് കടന്ന് വേവണം കേട്ടോ. നല്ല രസമുള്ള കറിയാണ്. ഒന്നും പാടെ പറയണം നിങ്ങളെല്ലാവരും ഉണ്ടാക്കുക. അങ്ങനെ ഞാൻ ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുളി പാരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പുളി ഏറാൻ പറ്റൂല. അപ്പം ഞാനിപ്പോൾ പറഞ്ഞത് മസാലയുടെ പാത്രമാണ് കേട്ടോ. നമ്മളെ വഴുതനങ്ങ മാങ്ങി വെച്ചിരുന്നല്ലോ, അതിലത്തെ മസാല ഇതിൽ തന്നെ പാർന്ന് കൊടുത്തിട്ടുണ്ട്.
അങ്ങനെ വഴുതനങ്ങക്കറിയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ശാലൂനും മൂനൂനും ഒക്കെ ഇന്ന് സ്കൂൾക്ക് ഞാൻ വഴുതനങ്ങക്കറി കൊടുത്തയക്കണം എന്ന് കരുതുന്നുണ്ട്. ഓലെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശാലൂന് 2 വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും ഇഷ്ടമാണ് ശാലൂനും മൂനൂനും ഇങ്ങനത്തെ ഒരു കറി. അതിൻ്റെ ശേഷം ഞാൻ ഒരു പൊട്ട് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശർക്കര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചു. നല്ല വെട്ടി തിളച്ചതിൻ്റെ ശേഷം വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. ലേശം മല്ലിച്ചപ്പും പാടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നും പാടെ ഉഷാറായേനെ കേട്ടോ. അങ്ങനെ നമ്മൾ വഴുതനങ്ങക്കറിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര മണമാണ് കേട്ടോ ഈ സമയത്ത് നമ്മൾ വഴുതനങ്ങക്കറി. ഇപ്പം കണ്ടില്ല, നമ്മൾ നല്ല കുറുക്കുണ്ട്. നമ്മൾ ചെറുള്ളിയും തക്കാളിയൊക്കെ അരച്ച് കൂട്ടണം കുറുക്കം കൂടാൻ. അത് മീൻകറി ആയാലും വഴുതനങ്ങക്കറി ആയാലും നമ്മൾ തക്കാളിയൊക്കെ അരച്ച് കൂട്ടുമ്പോൾ നല്ല എണ്ണയെ കടന്ന് വാടണം കേട്ടോ, അല്ലെങ്കിൽ അത് വേറൊരു ചൊയയാണ്. അങ്ങനെ വഴുതനങ്ങക്കറിയുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് മീൻ പൊരിച്ചാൻ വെക്കാം. അടുപ്പൊക്കെ ഒഴിഞ്ഞ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ മീൻ പൊരിക്കാനാണ് വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടി ചെയ്യാലോ ചേട്ടാ. ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. ചോറ് ഞാൻ വാർക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി മോനൂന് ചോറാക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2 ചപ്പാത്തി ആദ്യം തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി മോന് പോയതിൻ്റെ ശേഷം ചപ്പാത്തി ചുടാൻ നിൽക്കാലോ വെച്ചിട്ട്. അപ്പം മോനിക്കിതാ ചോറ് പാത്രത്തിലാക്കണു. ഇന്ന് കൊത്തമരയാണല്ലോ. വെളിച്ചെണ്ണ ഇപ്പം പിന്നെ ദിവസേന വേണം കേട്ടോ, കാരണം കറി എപ്പോഴൊന്നും കൊണ്ടുപോകില്ല. ഈ ബസ്സിൽ പോകുമ്പോൾ അളക്കൊക്കെ തുറന്ന് കറി പോയാലോചിച്ചിട്ടാണ്. ഒരു ദിവസം തന്നെ കറി ഇഷ്ടപ്പെട്ട് കൊണ്ടുപോയിട്ട് അന്ന് ബാഗിലൊക്കെ ആകെ പോയി വന്ന് ബാഗൊക്കെ തിരുമ്പേണ്ടി വന്നു കേട്ടോ. അതിലിടയ്ക്ക് നമ്മളെ മോന് ചായ കുടിച്ച് പോയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചപ്പാത്തി ഞാൻ ചുടട്ടെ. അപ്പം നല്ല കുഴഞ്ഞു തോനേരം കുഴച്ചൊന്നും നിൽക്കണ്ട. അപ്പം ഞാൻ ഉരുളാക്കണേനാണ് കത്തി കൊണ്ട് ഇങ്ങനെ മുറിച്ചെടുത്താൽ പിന്നെ ഉരുളാക്കൊന്നും വേണ്ട. ഒന്നും ഇങ്ങോട്ട് പ്രസ് ചെയ്യുക, ബാക്കിയുള്ള പരിപാടി ചെയ്യാട്ടോ. അപ്പോൾ അതാ കുറച്ച് തോനെ ചപ്പാത്തി ചുടുണ്ട്. എന്തായാലും വേണ്ടില്ല, നല്ല മടക്ക് ചപ്പാത്തി ബാബുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ നമ്മൾ വെറൈറ്റീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ബാബുവിന് എടുത്ത് വെക്കട്ടെ. ദോശ ഒന്നും ഉണ്ടാക്കുമ്പോൾ വേണ്ടാന്നേ പറയുള്ളൂ, എടുത്തേക്കണ്ടാറ്. അങ്ങനെ ഞാനിങ്ങനെ പരത്തിയതിൻ്റെ ശേഷം അതിൽ ലേശം വെളിച്ചെണ്ണ നമുക്ക് ആക്കി കൊടുക്കുക. ആക്കി കൊടുത്തതിൻ്റെ ശേഷം അതാ ഈ പരുവത്തിൽ നമ്മൾ മടക്കിയെടുക്കുക. എല്ലാതും മടക്കിയെടുക്കുമ്പോഴത്തേന് ഇത് നല്ല മയ ആയി വരും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഈ ചപ്പാത്തി. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പം ഇനി എല്ലാതും ഒന്ന് മടക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതെല്ലാതും മടക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് പരത്തുമ്പോൾ ശ്രദ്ധിക്കുക. പരത്തിൽ ഇനി വട്ടത്തിലായാലും മതി, അത് നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇതേ കോലത്തിൽ ഇങ്ങനെ ആക്കത്തിന് നിന്ന് പണിയെടുക്കുക, കാരണം ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പം അതാണ് അവസാനം ചായയും കടി ഉണ്ടാക്കുന്നത്. ഞാൻ എന്നും അങ്ങനെ തന്നെയാണ്. ചായയും കടിയും അധികം അവസാനം ഉണ്ടാക്കുക. എന്തേലും ഒരു ഇതിൻ്റെ പ്രശ്നത്തിലുള്ളൂ ചായയും കടി നേരത്തെ ഉണ്ടാക്കട്ടെ. അപ്പോൾ ഏകദേശം പരത്തലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മടക്ക് രൂപത്തിൽ തന്നെ കേട്ടോ ഞാൻ പരത്തിക്കണം. കണ്ടില്ല നിങ്ങൾ, നല്ല മയല്ല ചപ്പാത്തി. ഇനി ചുടുമ്പോൾ അറിയാം നമ്മളെ ചപ്പാത്തി മയ ഉണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ അതാ ഞാൻ നല്ലൊരു ചട്ടി അടുപ്പത്തൊക്കെ വെച്ചിട്ട് ഇനി വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക. എന്നാൽ ചട്ടി നല്ലോണം ചൂടാവുമ്പോൾ ഒന്ന് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാണ്. നമ്മളെ പൊറാട്ടനെക്കാട്ടും രസമാണ് ഇങ്ങനത്തെ ചപ്പാത്തി തിന്നുമ്പോൾ. എണ്ണ ഇങ്ങനെ പാർന്ന് കൊടുക്കണ്ട, വെല്ലൊന്നും ഇങ്ങനെ എണ്ണ ആക്കിയാൽ മതി. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓൾറെഡി എണ്ണ ആക്കിക്കൊണ്ടല്ലോ. അപ്പോൾ തോനെ എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ കണ്ടില്ല നിങ്ങൾ, നല്ല പൊള്ളച്ച് വരുന്നുണ്ട്, നല്ല മയവും ഉണ്ട്. തോനെ ചപ്പാത്തിയും ചുട്ടിട്ടുണ്ട്. ശാലുവിനും മോനൂനും സ്കൂളിട്ട് വന്ന് കൊടുക്കാനും ഈ ബാബു വന്നിട്ട് കൊടുക്കാനൊക്കെ ചപ്പാത്തി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പരുവത്തിൽ പൊന്തി വരുന്നുണ്ട്. പിന്നെ അത് വല്ലത് ലെയറായി ഇങ്ങനെ കാണിച്ചും. നല്ല ഇനി അവസാനം ഞങ്ങൾക്ക് കാണിച്ചു തരാം ചപ്പാത്തിയുടെ കോലം. പൊറാട്ടയുടെ മായി തന്നെ കളറ് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പം നമ്മൾ ആട്ടപ്പൊടിയുടെ ഒപ്പം ലേശം പാടെ മൈദപ്പൊടി കൂട്ടുക. പിന്നെ അതുമല്ല, ഈ ചപ്പാത്തി രാവിലെ തന്നെ തിന്നുമ്പോൾ ഒരു മട്ടിപ്പാണല്ലോ, കുട്ടികൾക്കൊന്നും ഇഷ്ടമില്ല. എന്നാൽ അതിനും വേണ്ടി ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇതേക്ക് മുട്ടക്കറി ആണെങ്കിലും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഇങ്ങനെ ചുടണുണ്ട്. ഇവിടെ വേറെ പരിപാടി ഇങ്ങനെ ചെയ്യണമുണ്ട്. നല്ല പൊള്ളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ചപ്പാത്തി ചുട്ടിട്ട് എല്ലാതും ഒന്ന് കാണിച്ചു തരാം. അപ്പം നിങ്ങളൊന്ന് നോക്കി ചപ്പാത്തി ഞാനൊന്നും ഇങ്ങനെ പിച്ചി കാണിച്ചു തരാം. അപ്പോൾ ചപ്പാത്തിയൊക്കെ ചുടൽ കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളി ചപ്പാത്തിയാണ്. നമ്മളെ കയ്യിൻ്റെ അടിയിൽ ഇങ്ങനെ പിടിച്ചാൽ തന്നെ നല്ല ഒതുങ്ങി കിടണ ചപ്പാത്തിയാണ് കേട്ടോ. അപ്പം ഞാനിനി ഒന്ന് എടുത്ത് മുറിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളൊക്കെ പൊള്ളച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതൊരിക്കലും ബലം വെച്ച് വരൂല കേട്ടോ, അത് ഉറപ്പാണ്. ഇത് എത്ര നേരം വേണമെങ്കിലും ഇരിക്കും. ഇനി രാത്രിയിൽ നോക്കുമ്പോൾ നല്ല മഴ ഉണ്ടാവും. അപ്പോൾ കണ്ടില്ല നിങ്ങൾ, പൊള്ളപ്പാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു പിച്ചെടുത്ത് കാണി ഞാൻ ഒന്ന് പൊട്ട് തൊള്ളയിൽ ഇട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ചപ്പാത്തിയുടെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നല്ലൊരു പാത്രത്തിൽ കണ്ടാക്കി ദമ്മണ്ട് അടച്ച് വെച്ച് അവിടെ ഇരുന്നോളൂ. അപ്പോൾ ഏതായാലും ഈ പാത്രം വാങ്ങി വെച്ചുകൊള്ളു. അപ്പം നമ്മൾ ഈ പാത്രം എടുത്തേക്കരുത്, എന്നോട് വാങ്ങി തന്നപ്പോൾ തന്നെ പറഞ്ഞുകൊള്ളു ഇതൊക്കെ യൂസ് ചെയ്തോളണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ പാത്രത്തിൽ ഇടുമ്പോൾ തന്നെ മനസ്സിലാവണുണ്ടാവും നല്ല മഴ ഉണ്ടെന്ന്. അപ്പോൾ മോനും എങ്ങനെ ആയാലും ഈ ചപ്പാത്തി തിന്നിട്ടില്ല. അവൻ വന്നിട്ട് ഓനക്കും കൊടുക്കണം. ഓനക്ക് ഞാൻ സാധാ മോഡൽ എളുപ്പമാണ് പരത്തി കൊടുത്തുക. ഇനി ട്യൂഷന് പോകാൻ വൈകിയാൽ ശരിയാവില്ലല്ലോ വെച്ചിട്ട്.
അപ്പോൾ മക്കളെ നമ്മളെ ചപ്പാത്തി ഇതട്ടോ കണ്ടില്ലേ, ഇത് നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ കാണുന്നുണ്ടാവും. പിന്നെ പൊറാട്ട നമ്മൾ കുറേ നേരം വെച്ചാൽ നല്ല ബലം വെക്കും. പിന്നെ പുട്ടും പാനിയിൽ വെച്ച് ചൂടാക്കിയിട്ടൊക്കെ വേണ്ടി വരും. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നല്ല മഴ ഉണ്ടാവും, എപ്പോഴും വൈകുന്നേരം വരെ ഇരിക്കും. ഏകദേശം പരിപാടിയൊക്കെ നമ്മൾ അടുക്കളയത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വീതനൊക്കെ ഒന്ന് തുടച്ച് റെഡിയാക്കിങ്ങാണ്ട് ശരിയാക്കി കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ വിഭവങ്ങൾ ഇതാ ചപ്പാത്തിയായി, കട്ടിപ്പൊളി ഒരു വൈതനങ്ങ കറിയും, കൊത്തമരുണ്ട്, മീൻ പൊരിച്ചതുണ്ട്. നമുക്ക് തന്നെ അൽഹംദുലില്ലാ റാഹത്താണ് കേട്ടോ. ഇങ്ങനെയൊക്കെ അടുക്കളയ്ക്ക് വരുമ്പോൾ തന്നെ ഒരു പൊലിവേക്കാരം. നമുക്ക് നേരം വെളുത്ത് നീച്ചാൽ തന്നെ എന്താ ചായക്ക് കടി ഉണ്ടാക്കുക, എന്താ ചോറിന് കൂട്ടാൻ വെക്കാന്ന് കാരണം. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടതാകുമ്പോൾ എളുപ്പ പരിപാടി കഴിച്ചാനിരുത്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇരുന്ന് ആലോചിച്ചുണ്ടാക്കും. അപ്പം ഇനി ഇതൊക്കെ എന്ത് ചെയ്യട്ടെ, ഒക്കെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ അടുക്ക് പെറുക്കി വെക്കണം, അടച്ചുങ്ങാണ്ടൊക്കെ ഞങ്ങൾക്കൊക്കെ കാണിച്ചു തരാൻ വേണ്ടിങ്ങാണ്ട് ഇത് വീതനം ഇങ്ങനെ പരത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പറയണു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഞാൻ പല പ്രതീക്ഷയിലുമാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കുറച്ചൊക്കെ വ്യൂസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു, നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പോൾ വ്യൂസ് വളരെ കമ്മിയാണ്. അപ്പം എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക, എന്നാൽ നമുക്കത് ശരിയാക്കി എടുക്കാമല്ലോ. അതൊന്നൊരു ഇതായിങ്ങാണ്ട് കുറ്റായിങ്ങാണ്ട് ഞാൻ എടുക്കൂല. അപ്പം ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ടേ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.